ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് വെറുമൊരു ആവേശവാക്യമല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഗൗതമബുദ്ധൻ തിരിച്ചറിഞ്ഞ ഇന്ന് ആധുനിക ശാസ്ത്രവും മനഃശാസ്ത്രവും ശരിവയ്ക്കുന്ന ഒരു വലിയ സത്യമാണ്. ഈയൊരു കാര്യം മാത്രം നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ പകുതി സങ്കടങ്ങളും ഇന്ന് തന്നെ അവസാനിക്കും. നമ്മളിൽ പലരും വിചാരിക്കാറുണ്ട് അമിതമായി ചിന്തിക്കുന്നത് നമ്മുടെ ബുദ്ധിശക്തിയുടെ അടയാളമാണെന്ന്. എന്നാൽ സത്യമതല്ല. നിങ്ങളുടെ മനസ്സ് നിയന്ത്രണമില്ലാതെ എങ്ങോട്ടോ പാഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇതിനർത്ഥം. നമ്മുടെ മനസ്സ് ചില ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു യന്ത്രം പോലെയാണ്. വേദനിപ്പിക്കുന്ന ഓർമ്മകളോ ഭയമോ പകുതി വഴിയിൽ നിന്നുപോയ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ഒരു സുരക്ഷിതത്വം തേടി മനസ്സ് അത് വീണ്ടും വീണ്ടും അയവിറക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ചിന്തകളുടെ ഒരു വല്ലാത്ത ചുഴി രൂപപ്പെടുന്നത്. ഒരേ കാര്യങ്ങളും ഒരേ പേടിയും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഇതിനെ മനനചക്രം എന്ന് വിളിക്കാം. അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങളിലോ വരാനിരിക്കുന്ന ആശങ്കകളിലോ നമ്മൾ തളച്ചിടപ്പെടുന്നു. ഗവേഷണങ്ങൾ പറയുന്നത് മനുഷ്യമനസ്സ് പകുതിയോളം സമയവും ഇപ്പോൾ എന്ന വർത്തമാനകാലത്തല്ല ജീവിക്കുന്നത് എന്നാണ്. അതൊന്നെങ്കിൽ മരിച്ചുപോയ കാലത്തെ ഓർത്ത് നീറുന്നുണ്ടാകും, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്തെ ഭയന്ന് അലയുന്നുണ്ടാകും. ഈ അലച്ചിൽ നമ്മളെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നും. വർഷങ്ങൾക്ക് മുൻപ് ആരോ പറഞ്ഞ ഒരു വാക്ക് ഇന്നും ഉള്ളിൽ ഒരു മുള്ളുപോലെ തറച്ചു നിൽക്കുന്നുണ്ടാകും. ജോലിയെക്കുറിച്ചും സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചുമുള്ള ആശങ്കകൾ നമ്മളെ വേട്ടയാടുന്നു. മറ്റൊരാൾ ഒരു സന്ദേശത്തിന് മറുപടി നൽകാൻ വൈകിയാൽ പോലും നമ്മുടെ ഉള്ളിൽ ആകുലതയുടെ കൊടുങ്കാറ്റ് വീശുന്നു. പുറമേ ചിരിക്കുമ്പോഴും ഉള്ളിൽ ഭയവും തളർച്ചയുമായിരിക്കും. അമിത ചിന്തയുടെ ഈ ഭയാനകമായ അവസ്ഥ നിങ്ങളെ നിശബ്ദമായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ ഈ ഓവർ തിങ്കിംഗ് നമ്മുടെ ശരീരത്തിൽ സമ്മർദ്ദമുണ്ടാക്കുന്ന ഹോർമോണുകൾ വർദ്ധിപ്പിക്കും. ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ, പെട്ടെന്നുള്ള ദേഷ്യം, വിട്ടുമാറാത്ത തളർച്ച ഇതെല്ലാം ഇതിന്റെ ഫലമാണ്. ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ ഒരു പ്രശ്നം സൃഷ്ടിച്ച അതേ ചിന്താഗതി കൊണ്ട് നമുക്ക് ഒരിക്കലും ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. ആ പ്രശ്നത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് നമ്മൾ സ്വയം ഒരു വലിയ കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ബുദ്ധന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടുന്നത്. ബുദ്ധൻ പറഞ്ഞു, ദുഃഖത്തിന് കാരണം സാഹചര്യങ്ങളല്ല, മറിച്ച് നിന്റെ മുറുകെ പിടിക്കലാണ്. നമ്മൾ ചില വ്യക്തികളെയോ പഴയ കാര്യങ്ങളെയോ വരാനിരിക്കുന്ന പ്രതീക്ഷകളെയോ മുറുകെ പിടിക്കുന്നു. ആ പിടുത്തമാണ് നിങ്ങളെ ബന്ധനസ്ഥനാക്കുന്നത്. സമാധാനമെന്നത് ഇപ്പോൾ എന്ന ഈ നിമിഷത്തിൽ മാത്രമാണ് ഉള്ളതെന്ന് ബുദ്ധൻ നമ്മളെ പഠിപ്പിച്ചു. ഒരിക്കൽ ഒരാൾ ബുദ്ധനോട് ചോദിച്ചു, എന്റെ മനസ്സ് എന്തുകൊണ്ടാണ് ഇത്രയേറെ അസ്വസ്ഥമായിരിക്കുന്നത്? ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, കാരണം നീ നിന്റെ മനസ്സിനെ നീയില്ലാത്ത ഇടങ്ങളിലേക്ക് അയക്കുന്നു. ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ശരീരം ഇവിടെയുണ്ട്, പക്ഷേ മനസ്സ് നാളെയുടെ പോരാട്ടങ്ങളിലോ ഇന്നലെയുടെ വേദനകളിലോ ആണ്. ഈ അകലമാണ് നിങ്ങളെ തകർക്കുന്നത്. എന്നാൽ നിങ്ങൾ വർത്തമാനകാലത്തിലേക്ക് തിരികെ വരുമ്പോൾ, നിങ്ങളുടെ ശ്വാസത്തെയും ചുറ്റുമുള്ള നിശബ്ദതയെയും തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ശാന്തമാകാൻ തുടങ്ങും. ബുദ്ധൻ അന്ന് പറഞ്ഞ ആ ബോധപൂർവമായ ജീവിതം, മൈൻഡ്ഫുൾനെസ് തന്നെയാണ് ഇന്നത്തെ ആധുനിക ശാസ്ത്രവും നമ്മളോട് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് സമാധാനമല്ല, മറിച്ച് നിയന്ത്രണമാണ്. എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കണമെന്നും ആളുകൾ നമ്മൾ പറയുന്നത് കേൾക്കണമെന്നും സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാകണമെന്നുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പദ്ധതികൾക്കനുസരിച്ചല്ല കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് കാണുമ്പോൾ മനസ്സ് കൈവിട്ടുപോകുന്നു. ബുദ്ധൻ പറഞ്ഞത് ഇതാണ്: മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾക്കായി പരിശ്രമിക്കുക, മാറ്റാൻ കഴിയാത്തവയെ അംഗീകരിക്കുക. പക്ഷെ നമ്മൾ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് നമ്മൾ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കും. അമിതചിന്ത നിങ്ങളെ ദുർബലനാക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് അനാവശ്യമായ യുദ്ധങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ തന്നെ മനസ്സിനോടും പേടികളോടും നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്ത സങ്കല്പങ്ങളോടും നിങ്ങൾ പോരാടുകയാണ്. ഒരു നിമിഷം ഒന്ന് നിൽക്കൂ. എന്നിട്ട് സ്വയം ചോദിക്കൂ, നിങ്ങൾ ദിവസവും ഓർത്ത് ആകുലപ്പെടുന്ന കാര്യങ്ങളിൽ 90% എപ്പോഴെങ്കിലും സത്യമായിട്ടുണ്ടോ? ഇല്ല എന്നതാണ് ഉത്തരം. നമ്മുടെ പല പേടികളും വെറും തോന്നലുകൾ മാത്രമാണ്. മനസ്സൊരു കള്ളക്കഥ മെനയുന്നു. നമ്മൾ ആ സിനിമ കണ്ട് വീണ്ടും വീണ്ടും പേടിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സ് ഒരു ഭ്രാന്തൻ കുരങ്ങനെപ്പോലെയാണെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിനെ പിടിച്ചുകെട്ടാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ തുള്ളിച്ചാടും. എന്നാൽ നിങ്ങൾ അതിനെ ശാന്തമായി നിരീക്ഷിക്കാൻ തുടങ്ങിയാൽ അത് താനേ അടങ്ങിക്കോളും. ഇതാണ് ഏറ്റവും വലിയ വിദ്യ. ചിന്തകളെ തടയുകയല്ല വേണ്ടത്, മറിച്ച് അവയെ നോക്കി നിൽക്കുകയാണ് വേണ്ടത്. ഒരു പുഴ ഒഴുകുന്നതുപോലെ നിങ്ങൾ അതിന്റെ കരയിൽ നിന്ന് ആ ഒഴുക്കിനെ കാണുക, അതിലേക്ക് ചാടി വീഴരുത്. ഉള്ളിൽ മോശമായ ചിന്തകൾ വരുമ്പോൾ സ്വയം പറയുക, ശരി, ഇതും വെറുമൊരു ചിന്ത മാത്രമാണ്. അതിനോട് യുദ്ധം ചെയ്യാനോ അടിച്ചമർത്താനോ ഓടിയൊളിക്കാനോ നിൽക്കരുത്. വെറുതെ നോക്കി നിൽക്കുക. പതിയെ മനസ്സിന് മനസ്സിലാകും, ഇനി ഈ നാടകം തുടരേണ്ട കാര്യമില്ലെന്ന്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ എടുക്കരുത്. പുറം ലോകത്തെ ബഹളങ്ങൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അമിതചിന്തയുടെ വിത്തുകൾ ഉള്ളിൽ വീണുകഴിഞ്ഞു. പകരം 5 മിനിറ്റ് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കഴിഞ്ഞുപോയ പകലിനെക്കുറിച്ച് വിധിയെഴുതാൻ നിൽക്കരുത്.
എന്തൊക്കെ നടന്നോ അതെല്ലാം കഴിഞ്ഞു, ഇനി ശരീരത്തിന് വിശ്രമം വേണം എന്ന് സ്വയം പറയുക. ഇത്തരം ചെറിയ ശീലങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വീണ്ടും പാകപ്പെടുത്തിയെടുക്കും. ഇതൊക്കെ ശീലിച്ചു തുടങ്ങുമ്പോൾ ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയും, നിങ്ങളുടെ മനസ്സ് ശാന്തമാണ്, ശ്വാസം ആഴമുള്ളതാണ്, ഉള്ളം ഭാരം കുറഞ്ഞതാണ്. കാരണമൊന്നുമില്ലാതെ നിങ്ങൾ പുഞ്ചിരിക്കാൻ തുടങ്ങും. ഉറക്കം സുഖകരമാകും. ബന്ധങ്ങളിലെ അമിതമായ ഒട്ടിനിൽക്കൽ കുറയും. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കുറയ്ക്കുകയും സ്വയം സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഇവിടെയാണ് ജീവിതം മാറിമറിയുന്നത്. അമിതചിന്ത എന്നത് വെറുമൊരു ശീലമല്ല, മറിച്ച് നമ്മൾ തന്നെ കുടുങ്ങിപ്പോകുന്ന ഒരു മാനസിക കെണിയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. പ്രശ്നത്തിന്റെ വേര് കിടക്കുന്നത് നമ്മുടെ ചിന്തകളിലല്ല, മറിച്ച് നമ്മുടെ മുറുകെ പിടിക്കലിലാണ് എന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യത്തെയോ വ്യക്തിയെയോ പ്രതീക്ഷയെയോ പഴയ ഓർമ്മകളെയോ നമ്മൾ ആവശ്യത്തിലധികം മുറുകെ പിടിക്കുമ്പോഴാണ് ദുഃഖം ജനിക്കുന്നത്. ചിന്തകൾ സത്യത്തിൽ നിഷ്കളങ്കമാണ്. അവ കടലിലെ തിരമാലകൾ പോലെ വന്നുപോകുന്നവയാണ്. എന്നാൽ ആ തിരമാലകളിൽ കയറി നമ്മൾ ഒഴുകാൻ തുടങ്ങുമ്പോഴാണ് അതൊരു വലിയ കൊടുങ്കാറ്റായി മാറുന്നത്. ബുദ്ധൻ പറഞ്ഞ ഒരു ചെറിയ കഥയുണ്ട്. ഒരാൾ പുഴ കടക്കാൻ വേണ്ടി ഒരു മരക്കഷ്ണം മുറുകെ പിടിച്ചു. ഒഴുക്കിനെ അതിജീവിച്ച് അയാൾ കരയ്ക്കെത്തി. പക്ഷേ കരയിലെത്തിയിട്ടും അയാൾ ആ മരക്കഷ്ണം ഉപേക്ഷിച്ചില്ല. അത് തലയിൽ ചുമന്ന് അയാൾ യാത്ര തുടർന്നു. ആളുകൾ അയാളെ കണ്ട് ചിരിച്ചു. ബുദ്ധൻ പറഞ്ഞു, നിങ്ങളുടെ അവസ്ഥയും ഇതുതന്നെയാണ്. നിങ്ങളെ ഒരു ഘട്ടത്തിൽ സഹായിച്ച ഒരു കാര്യം അത് ഉപേക്ഷിക്കേണ്ട സമയത്ത് ഉപേക്ഷിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു ഭാരമായി മാറും. അമിതചിന്തയുടെ കാര്യവും ഇതുതന്നെയാണ്. പണ്ട് നിങ്ങളെ സഹായിച്ചിരുന്ന ചില ചിന്തകൾ ഇന്ന് നിങ്ങളെ മുക്കിക്കൊല്ലുന്ന ഭാരമായി മാറിയിരിക്കുന്നു. ആധുനിക മനഃശാസ്ത്രവും ഇതിനെ ചിന്തകളോടുള്ള അമിതമായ ആസക്തി എന്നാണ് വിളിക്കുന്നത്. നമ്മളൊരു ചിന്തയെ വെറും ചിന്തയായി കാണാതെ അത് സത്യമാണെന്ന് വിശ്വസിക്കുമ്പോൾ, അതിനെ നമ്മുടെ അടയാളമായി കൂട്ടുപിടിക്കുമ്പോൾ ആ ചിന്ത നമ്മളെ ഭരിക്കാൻ തുടങ്ങും. പ്രശസ്ത ശാസ്ത്രജ്ഞനായ വിക്ടർ ഫ്രാങ്കിൾ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന് എന്നും കൂടെയുള്ള അവസാനത്തെ സ്വാതന്ത്ര്യം എന്നത് സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എന്ന്. എന്നാൽ അമിതചിന്ത നിങ്ങളിൽ നിന്ന് ആ സ്വാതന്ത്ര്യം തട്ടിയെടുക്കുന്നു. നിങ്ങൾ സാഹചര്യങ്ങളുടെ അടിമയാകുന്നതിനു മുൻപേ നിങ്ങളുടെ തന്നെ ചിന്തകളുടെ അടിമയായി മാറുന്നു. മനുഷ്യൻ ഭൂതകാലത്തിനും ഭാവികാലത്തിനും ഇടയിൽ കിടന്ന് പിടയുകയാണെന്ന് ബുദ്ധൻ പണ്ടേ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞുപോയ കാലം അവസാനിച്ചു കഴിഞ്ഞു. പക്ഷെ നിങ്ങളതിനെ ഓരോ ദിവസവും ഉള്ളിൽ കുത്തിപ്പൊക്കി ജീവിപ്പിക്കുന്നു. വരാനിരിക്കുന്ന കാലം ഇനിയും വന്നിട്ടില്ല. പക്ഷേ നിങ്ങളതിനെ ഭയത്തോടെ ഇന്നുതന്നെ അനുഭവിച്ചു തീർക്കുന്നു. എന്നാൽ സത്യമായി നിങ്ങളുടെ മുന്നിലുള്ള ഈ നിമിഷത്തെയും ഈ ശ്വാസത്തെയും ഈ ശരീരത്തെയും നിങ്ങൾ പാടെ മറന്നുപോകുന്നു. വർത്തമാനകാലത്തിൽ ജീവിക്കാൻ പഠിച്ചവൻ ദുഃഖത്തിന്റെ വാതിലുകൾ എന്നേക്കുമായി അടച്ചുകഴിഞ്ഞു എന്നാണ് ബുദ്ധൻ പഠിപ്പിച്ചത്. ഇന്ന് ശാസ്ത്രം ഇതിനെ നിമിഷാർദ്ധ ബോധം എന്ന് വിളിക്കുന്നു. ഒരാൾ ഈ നിമിഷത്തിൽ ജീവിക്കുമ്പോൾ തലച്ചോറിലെ ഭയമുണ്ടാക്കുന്ന ഭാഗങ്ങൾ ശാന്തമാകുമെന്നും സമാധാനം നൽകുന്ന ഭാഗങ്ങൾ ഉണരുമെന്നും ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നു. അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ബുദ്ധന്റെ ജ്ഞാനം ഇന്ന് ലാബുകളിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയൊരു കയ്പുള്ള സത്യം കേൾക്കൂ. നിങ്ങൾ ദിവസവും പേടിക്കുന്ന കാര്യങ്ങളിൽ 90% ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ മനസ്സ് ഒരു കള്ളക്കഥ മെനയുകയാണ്. അതിൽ നിങ്ങൾ തോറ്റുപോകുന്നതായും പ്രിയപ്പെട്ടവർ നിങ്ങളെ ഉപേക്ഷിക്കുന്നതായും എല്ലാം തകർന്നുപോകുന്നതായും മനസ്സ് കാട്ടിത്തരുന്നു. ആ സിനിമ കണ്ട് നിങ്ങൾ ദിവസവും ഭയക്കുന്നു. ബുദ്ധൻ പറഞ്ഞതുപോലെ മനസ്സ് ഒരു കൗശലക്കാരനായ കള്ളനാണ്. അത് കഥകളുണ്ടാക്കും, ഭാവിയെ ഭയാനകമായി ചിത്രീകരിക്കും, പഴയ മുറിവുകൾക്ക് നിറം നൽകും. നിങ്ങളത് സത്യമാണെന്ന് വിശ്വസിക്കുന്നിടത്താണ് പ്രശ്നം തുടങ്ങുന്നത്. പ്രശ്നം പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലാണ്. സാഹചര്യങ്ങളല്ല നിങ്ങളെ തോൽപ്പിക്കുന്നത്, നിങ്ങളുടെ തന്നെ ചിന്തകളാണ്. ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം? ബുദ്ധൻ ഒരിക്കലും അത്ഭുതവിദ്യകൾ പഠിപ്പിച്ചിട്ടില്ല, മറിച്ച് പരിശീലനമാണ് പഠിപ്പിച്ചത്. ഒന്നാമത്തെ പരിശീലനം, ഈ നിമിഷത്തിലേക്ക് മടങ്ങുക. മനസ്സ് എങ്ങോട്ടെങ്കിലും പാഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. ശ്വാസം ഒരു നങ്കൂരം പോലെയാണ്, അതെപ്പോഴും ഇപ്പോൾ എന്ന നിമിഷത്തിൽ മാത്രമായിരിക്കും. നിങ്ങൾ ആഴത്തിൽ ശ്വാസമെടുക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുമ്പോൾ മനസ്സ് പതുക്കെ ശാന്തമാകും. ശ്വാസം സാവധാനത്തിലാകുന്നത് നാഡീവ്യൂഹത്തെ ശാന്തമാക്കുമെന്നും പരിഭ്രമം കുറയ്ക്കുമെന്നും ശാസ്ത്രവും പറയുന്നു. ബുദ്ധൻ ഇതിനെ ആനാപാനസതി എന്നാണ് വിളിച്ചിരുന്നത്. രണ്ടാമത്തെ പരിശീലനം, ചിന്തകളെ കാണുക. പോരാടരുത്, ചിന്തകളെ നിങ്ങളുടെ ശത്രുവായി കാണരുത്. മോശമായ ചിന്തകൾ വരുമ്പോൾ അവയെ ബലമായി ഓടിക്കാൻ നോക്കണ്ട. ആകാശത്ത് മേഘങ്ങൾ വന്നുപോകുന്നതുപോലെ അവയെ നോക്കി നിൽക്കുക. നിങ്ങൾ ആകാശമാകുക, മേഘമാകരുത്. നിങ്ങൾക്ക് എന്തിനെങ്കിലും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതല്ല എന്ന് ബുദ്ധൻ പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ചിന്തകളിൽ നിന്ന് വേറിട്ടവനാകും. ഇതാണ് യഥാർത്ഥ മോചനം. മൂന്നാമത്തെ പരിശീലനം, അംഗീകരിക്കുക. പല കാര്യങ്ങളും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. ആളുകൾ മാറും, സാഹചര്യങ്ങൾ മാറും. ജീവിതം പ്രവചനാതീതമാണ്. നിങ്ങൾ എത്രത്തോളം കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ദുഃഖം കൂടും. മാറ്റാൻ കഴിയാത്തതിനെ അംഗീകരിക്കുക എന്നതാണ് സമാധാനത്തിലേക്കുള്ള വഴി. ഇതിനെ പൂർണ്ണമായ അംഗീകാരം എന്ന് വിളിക്കാം. നിങ്ങൾ സത്യത്തെ അംഗീകരിക്കുമ്പോൾ മനസ്സ് പോരാട്ടം നിർത്തും. നാലാമത്തെ പരിശീലനം, മൗനം.
ദിവസവും കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും മൊബൈലോ ബഹളങ്ങളോ ഇല്ലാതെ വെറുതെ ഇരിക്കുക. ഒന്നും സംസാരിക്കണ്ട, വെറുതെ ശ്വാസമെടുക്കുക, നിങ്ങളെത്തന്നെ അനുഭവിക്കുക. ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ വില്ലൻ പുറത്തെയും അകത്തെയും ബഹളങ്ങളാണ്. മൗനം നിങ്ങളെ നിങ്ങളുമായി അടുപ്പിക്കും. സമാധാനം വാക്കുകളിൽ നിന്നല്ല, നിശബ്ദതയിൽ നിന്നാണ് ജനിക്കുന്നതെന്ന് ബുദ്ധൻ അറിഞ്ഞിരുന്നു. 5ാമത്തെ പരിശീലനം ചിന്തകളുടെ ശുദ്ധീകരണം. നിങ്ങൾ ഉള്ളിലേക്കെടുക്കുന്നതാണ് നിങ്ങളുടെ ചിന്തകളായി മാറുന്നത്. ദിവസം മുഴുവൻ നെഗറ്റീവ് വാർത്തകളും സോഷ്യൽ മീഡിയയിലെ നാടകങ്ങളും മറ്റുള്ളവരുമായുള്ള താരതമ്യവും ദേഷ്യവും കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ മനസ്സ് വിഷലിപ്തമാകും. ചിന്തകളെ ശുദ്ധീകരിക്കാൻ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കുക. നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തെ എങ്ങനെയോ അതുപോലെ നമ്മൾ ഉള്ളിലേക്കെടുക്കുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിനെയും രൂപപ്പെടുത്തുമെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഇതിനർത്ഥം നിങ്ങളുടെ ഫോണും സോഷ്യൽ മീഡിയയും വിവേകത്തോടെ ഉപയോഗിക്കുക എന്നതാണ്. നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകലം പാലിക്കുക. പതുക്കെ പതുക്കെ ഈ ശീലങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ ഒരു ദിവസം നിങ്ങൾ ആ മാറ്റം തിരിച്ചറിയും. നിങ്ങളുടെ ഉള്ളിലെ അനാവശ്യ ശബ്ദങ്ങൾ അടങ്ങിയിരിക്കുന്നു. കാരണമില്ലാതെ നിങ്ങൾ പരിഭ്രമിക്കുന്നില്ല. ഓരോ കാര്യത്തോടും അമിതമായി പ്രതികരിക്കുന്നില്ല. നിങ്ങൾ കൂടുതൽ കേൾക്കാനും കുറച്ചു മാത്രം സംസാരിക്കാനും ആഴത്തിൽ അനുഭവിക്കാനും തുടങ്ങുന്നു. ഇതിനെയാണ് ബുദ്ധൻ ഉപേക്ഷ അഥവാ സമചിത്തത എന്ന് വിളിച്ചത്. അവസാനമായി ഒരു കാര്യം ഹൃദയത്തിൽ കുറിച്ചിടുക. നിങ്ങൾ മോശക്കാരല്ല, നിങ്ങളുടെ മനസ്സും മോശമല്ല. നിങ്ങൾക്ക് വെറുമൊരു ബോധ്യം കുറവാണെന്നേയുള്ളൂ. ഇരുട്ടുള്ള മുറിയിലിരിക്കുന്ന ഒരു കയറിനെ പാമ്പാണെന്ന് കരുതി നമ്മൾ പേടിക്കുന്നത് പോലെയാണിത്. പേടിയുണ്ടാകുന്നത് പാമ്പിനെ കണ്ടിട്ടല്ല, മറിച്ച് ആ കയറിനെ തെറ്റായി കണ്ടതുകൊണ്ടാണ്. വെളിച്ചം വരുമ്പോൾ ആ പേടി താനേ ഇല്ലാതാകുന്നു. ആ വെളിച്ചമാണ് ബോധ്യം. ഇന്നു മുതൽ സ്വയം ഒരു കൊച്ചു വാഗ്ദാനം നൽകൂ. നിങ്ങളുടെ മനസ്സ് എപ്പോഴൊക്കെ വർത്തമാനകാലം വിട്ട് ഓടിപ്പോകുന്നുവോ അപ്പോഴൊക്കെ ശ്വാസത്തിലൂടെയും മൗനത്തിലൂടെയും നിങ്ങൾ അതിനെ തിരികെ കൊണ്ടുവരും. ഇതാണ് ബുദ്ധന്റെ വഴി. ഇതുതന്നെയാണ് ശാസ്ത്രവും പറയുന്നത്. അമിത ചിന്തകളിൽ നിന്നുള്ള നിങ്ങളുടെ മോചനവും ഇവിടെയാണ്. പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ട് മാത്രം മാറ്റം വരില്ലെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ ഓരോ ദിവസത്തെയും ശീലങ്ങളിൽ പ്രകടമാകണം. ഇടവിടാതെ മടുപ്പില്ലാതെ ഇത് ശീലിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ആ ശീലങ്ങൾ തുടങ്ങേണ്ടത് രാവിലെയും രാത്രിയുമാണ്. കാരണം ഈ 2 സമയങ്ങളാണ് നിങ്ങളുടെ ദിവസത്തെ നിശ്ചയിക്കുന്നത്. രാവിലെ നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു വെള്ളക്കടലാസ് പോലെയാണ്. എന്നാൽ പലരും ആ കടലാസിൽ ആദ്യം എഴുതുന്നത് ലോകത്തിലെ മുഴുവൻ മാലിന്യങ്ങളുമാണ്. ഉണർന്ന ഉടനെ ഫോണിലെ സന്ദേശങ്ങളും വാർത്തകളും മറ്റുള്ളവരുമായുള്ള താരതമ്യങ്ങളും ഉള്ളിലേക്കെടുക്കുമ്പോൾ പിന്നെ ആ ദിവസം മുഴുവൻ ഭാരമായി തോന്നിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. രാവിലെ എങ്ങനെ തുടങ്ങുന്നുവോ അതുപോലെയായിരിക്കും നിങ്ങളുടെ ആത്മബോധമെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. നാഡീശാസ്ത്രം പറയുന്നത് ഉണർന്ന് ആദ്യത്തെ 20 മിനിറ്റാണ് തലച്ചോറിനെ ഏറ്റവും സ്വാധീനിക്കാൻ കഴിയുന്ന സമയമെന്നാണ്. അതുകൊണ്ട് ഉണർന്ന ഉടനെ ആദ്യം നിങ്ങളുടെ ശരീരത്തെ അനുഭവിക്കൂ. ആഴത്തിൽ ശ്വാസമെടുക്കൂ. നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നു എന്ന സത്യത്തെ തിരിച്ചറിയൂ. ബുദ്ധൻ ഇതിനെ സചേതന ജാഗരണം എന്ന് വിളിച്ചു. 5 മിനിറ്റെങ്കിലും ഫോണില്ലാതെ കണ്ണടച്ച് ശ്വാസത്തെ നിരീക്ഷിച്ചിരിക്കുക. ഓരോ ചിന്ത വരുമ്പോഴും അതിന് പിന്നാലെ പോകാതെ അവയെ വെറുതെ വിട്ടയയ്ക്കുക. ഇനി രാത്രിയെക്കുറിച്ച് പറയാം. കാരണം അമിത ചിന്തകൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് രാത്രിയിലാണ്. വെളിച്ചം അണയുന്നതോടെ നമ്മുടെ മനസ്സ് അതിന്റെ നാടകശാല തുറക്കുന്നു. പഴയ കാര്യങ്ങൾ, സങ്കടങ്ങൾ, പേടികൾ. ഉറങ്ങുന്നതിനു മുൻപ് മനസ്സിനെ ഭാരം കുറഞ്ഞതാക്കി മാറ്റുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം മാത്രമേ വിശ്രമിക്കൂ, മനസ്സല്ല. ഉറങ്ങുന്നതിനു മുൻപുള്ള നിങ്ങളുടെ ചിന്തകളാണ് അടുത്ത ദിവസത്തെ നിങ്ങളുടെ മാനസികാവസ്ഥയെ തീരുമാനിക്കുന്നത്. നടന്ന കാര്യങ്ങളെ ഓർത്ത് സ്വയം പഴിചാരുന്നത് നിർത്തുക. കിടക്കയിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് നന്ദി തോന്നിയിട്ടുള്ള 3 കാര്യങ്ങൾ ഓർത്തുനോക്കൂ. അത് വലിയ കാര്യങ്ങൾ ആകണമെന്നില്ലര. നല്ലൊരു ശ്വാസമെടുക്കാൻ കഴിഞ്ഞത്, ആരോ ഒന്ന് പുഞ്ചിരിച്ചത്, അല്ലെങ്കിൽ ഇന്നത്തെ ഭക്ഷണം, ഇത് മതി. ഇത് നിങ്ങളുടെ മനസ്സിനെ പരാതികളിൽ നിന്ന് സംതൃപ്തിയിലേക്ക് എത്തിക്കും. ബുദ്ധൻ പറഞ്ഞതുപോലെ രാത്രിയിലെല്ലാം ഉപേക്ഷിക്കാൻ കഴിയുന്നവനാണ് രാവിലെ ഏറ്റവും ഉന്മേഷത്തോടെ എഴുന്നേൽക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം ഉറങ്ങുന്നതിനു മുൻപ് ഫോൺ മാറ്റിവെക്കുക എന്നതാണ്. ഫോണിലെ ആ നീല വെളിച്ചം നിങ്ങളുടെ ഉറക്കത്തെ തടയുന്നു എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ബുദ്ധന്റെ കാലത്ത് ഫോണുകളില്ലായിരുന്നു, എങ്കിലും മനസ്സിനെ ശാന്തമാക്കാനുള്ള വഴികൾ അദ്ദേഹം നമുക്ക് നൽകി. ഉറങ്ങുന്നതിനു മുൻപ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ശാന്തമാക്കണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. ഇന്നത്തെ കാലത്ത് അതിന്റെ അർത്ഥം തിരശീലകൾ അഥവാ സ്ക്രീൻസ് കുറയ്ക്കുക, നിശബ്ദത ശീലിക്കുക എന്നതാണ്. ഇനി അമിതചിന്തയുടെ വേരറുക്കാൻ സഹായിക്കുന്ന ഒരു വിദ്യയെക്കുറിച്ച് പറയാം. ഇതിനെ നമുക്ക് ചിന്തകളെ മാറ്റിവരയ്ക്കാനുള്ള കല എന്ന് വിളിക്കാം. നിങ്ങളുടെ മനസ്സ് എങ്ങനെയോ അങ്ങനെയായിരിക്കും നിങ്ങളുടെ ലോകമെന്ന് ബുദ്ധൻ പറഞ്ഞു. ഇതിനെയാണ് മനഃശാസ്ത്രം കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു സംഭവത്തെ നോക്കിക്കാണുന്ന രീതി മാറ്റുക. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത് സംഭവിക്കുന്നു എന്ന് മനസ്സ് ചോദിക്കുമ്പോൾ ആ നിമിഷം തന്നെ തിരിച്ചു ചോദിക്കുക, ഇതെന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? ഈ ഒരു ചെറിയ മാറ്റം നിങ്ങളെ ഒരു ഇര എന്ന നിലയിൽ നിന്ന് ഒരു വിദ്യാർത്ഥി എന്ന നിലയിലേക്ക് ഉയർത്തും. എനിക്ക് മോശമായത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ തളരുന്നു. എന്നാൽ ഇതിൽ നിന്ന് എനിക്കൊരു പാഠം കിട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുത്തനാകുന്നു.
പ്രശസ്ത ശാസ്ത്രജ്ഞനായ കാളിയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഉള്ളിലെ അബോധമനസ്സിനെ ബോധപൂർവം തിരിച്ചറിയുന്നതുവരെ അത് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കും, അതിനെ നിങ്ങൾ വിധി എന്ന് വിളിക്കുകയും ചെയ്യും. ബുദ്ധനും ഇതുതന്നെയാണ് പറഞ്ഞത്. അറിവോടുകൂടിയുള്ള ജാഗ്രതയാണ് മോചനം. ഓരോ തവണ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോഴും അവയെ ബലമായി മാറ്റാൻ നോക്കരുത്, പകരം അവയുടെ അർത്ഥം മാറ്റുക. ഞാൻ പരാജയപ്പെട്ടു എന്ന് മനസ്സ് പറയുമ്പോൾ, ഇല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തിരുത്തുക. ഞാൻ ദുർബലനാണ് എന്ന് തോന്നുമ്പോൾ, ഞാൻ കരുത്തനാകാനുള്ള പരിശീലനത്തിലാണ് എന്ന് പറയുക. ഇത് സ്വയം പറ്റിക്കലല്ല, മറിച്ച് ചിന്തകളുടെ ദിശ മാറ്റലാണ്. തുടർച്ചയായി ഇങ്ങനെ ചെയ്യുമ്പോൾ തലച്ചോറിലെ പാറ്റേണുകൾ തന്നെ മാറും. ശാസ്ത്രം ഇതിനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നു. കാട്ടിലൂടെ നമ്മൾ സ്ഥിരമായി നടക്കുമ്പോൾ അവിടെയൊരു വഴി തെളിയുന്നതുപോലെ ശരിയായ ചിന്തകൾ ആവർത്തിക്കുന്നതിലൂടെ തലച്ചോറിൽ പുതിയ പാതകൾ രൂപപ്പെടുന്നു. ബുദ്ധൻ ഇതിനെ സംസ്കാര പരിവർത്തനം എന്ന് വിളിച്ചപ്പോൾ ഇന്നത്തെ ശാസ്ത്രം അതിനെ ബ്രെയിൻ റീവയറിംഗ് എന്ന് വിളിക്കുന്നു. പേരെന്തുമാകട്ടെ, സത്യം ഒന്നുതന്നെ. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ ആ മാറ്റം തിരിച്ചറിയും. ഉള്ളിലെ ബഹളങ്ങൾ അടങ്ങിയിരിക്കുന്നു. ലോകം അതുതന്നെയാണ്. ആളുകളും സാഹചര്യങ്ങളും മാറുന്നില്ല, പക്ഷേ നിങ്ങൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ നിസാര കാര്യങ്ങൾക്കൊന്നും നിങ്ങളുടെ ഹൃദയം വേദനിക്കില്ല. എല്ലാറ്റിനോടും ദേഷ്യം തോന്നില്ല. ഓരോ പേടി സ്വപ്നങ്ങളും നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നില്ല. നിങ്ങൾ കൂടുതൽ ശാന്തനാകുന്നു, കൂടുതൽ സ്ഥിരതയുള്ളവനാകുന്നു. അമിത ചിന്തകൾ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ സമ്മാനം സമാധാനമാണ്. പുറത്തുനിന്ന് വരുന്നതല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ജനിക്കുന്ന സമാധാനം. രണ്ടാമതായി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏകാഗ്രതയാണ്. മനസ്സ് 1000 ദിശകളിലേക്ക് പായുന്നത് നിർത്തുമ്പോൾ നിങ്ങളുടെ ഊർജം ഒരിടത്ത് കേന്ദ്രീകരിക്കപ്പെടുന്നു. അതോടെ നിങ്ങളുടെ തീരുമാനങ്ങൾ വ്യക്തമാകും, പ്രവൃത്തികൾ മെച്ചപ്പെടും. മൂന്നാമത്തേത് ആത്മവിശ്വാസമാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മനസ്സിനെ ഭയമില്ല. ചിന്തകൾ വെറുതെ വന്നു പോകുന്നതാണെന്നും അവയേക്കാൾ വലിയവനാണ് നിങ്ങളെന്നും നിങ്ങൾ തിരിച്ചറിയുന്നു. ബന്ധങ്ങളിലും മാറ്റം വരും. അമിതമായി ചിന്തിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നത് നിർത്തുന്നു. നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചു കേൾക്കും, സംശയങ്ങൾ കുറയും, അമിതമായ പ്രതീക്ഷകൾ ആരുടെ മേലും അടിച്ചേൽപ്പിക്കില്ല. ജീവിതം ഭാരം കുറഞ്ഞതാകും. ഉറങ്ങുമ്പോഴും മനസ്സ് യുദ്ധം ചെയ്യാത്തതുകൊണ്ട് നിങ്ങളുടെ ഉറക്കം ആഴമുള്ളതാകും. ഇതിനെല്ലാം ഉപരിയായി നിങ്ങൾ നിങ്ങളെത്തന്നെ സ്നേഹിച്ചു തുടങ്ങും. സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തി തെറ്റുകളെ പാഠങ്ങളായി കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഏറ്റവും നല്ല കൂട്ടുകാരനായി മാറും. സ്വയം ജയിച്ചവൻ ലോകത്തെ മുഴുവൻ ജയിച്ചു എന്ന് ബുദ്ധൻ പറഞ്ഞു. അമിത ചിന്തയിൽ നിന്നുള്ള മോചനം പുറമേ കാണുന്ന ഒരു ജയമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന വിപ്ലവമാണ്. അവിടെ ശത്രുവും യോദ്ധാവും നിങ്ങൾ തന്നെയാണ്. ആ യുദ്ധം ജയിക്കുമ്പോൾ അവിടെ ബഹളങ്ങളോ കയ്യടികളോ ഉണ്ടാകില്ല, മറിച്ച് ആഴത്തിലുള്ള ഒരു നിശബ്ദത നിങ്ങളുടെ ഉള്ളിൽ പടരും. ഒടുവിൽ ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞേക്കാം, പക്ഷെ ഉള്ളം കരുത്താർജിക്കും. നിങ്ങളൊരു തെറ്റുകാരനല്ല. ജീവിതം നിങ്ങളെ ചതിച്ചിട്ടുമില്ല. നിങ്ങൾക്ക് ശരിയായ ഒരു ദിശ ലഭിച്ചിരുന്നില്ല എന്നു മാത്രം. ഇന്ന് നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഉണരാൻ തയ്യാറായിരിക്കുന്നു എന്നാണ്. 1000 യുദ്ധങ്ങൾ ജയിക്കുന്നതിനേക്കാൾ വലുത് നിങ്ങളെത്തന്നെ ജയിക്കുന്നതാണെന്ന് ബുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നു മുതൽ ആ പോരാട്ടം നമുക്ക് തുടങ്ങാം. പക്ഷേ വാളുകൊണ്ടല്ല, ബോധ്യം കൊണ്ടാണ് നമ്മൾ പൊരുതേണ്ടത്. ഓർക്കുക, നിന്റെ മനസ്സ് എപ്പോഴൊക്കെ വർത്തമാനകാലം വിട്ട് ഓടിപ്പോകുന്നുവോ അപ്പോഴൊക്കെ ശ്വാസത്തിലൂടെയും നിശബ്ദതയിലൂടെയും തിരിച്ചറിവിലൂടെയും അതിനെ ഈ നിമിഷത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക. അമിത ചിന്തകളിൽ നിന്നുള്ള മോചനത്തിലേക്കും സമാധാനത്തിലേക്കും യഥാർത്ഥ ജീവിതത്തിലേക്കുമുള്ള വഴി ഇതാണ്. ഈ യാത്രയുടെ അവസാന ഘട്ടത്തിൽ ഭാരമേറിയ വാക്കുകളൊന്നും എനിക്ക് നൽകാനില്ല. പകരം ഒരു വലിയ സത്യം പങ്കുവയ്ക്കാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു ബോധി വൃക്ഷച്ചുവട്ടിലിരുന്ന് ഗൗതമബുദ്ധൻ കണ്ടെത്തിയ അതേ സത്യം ഇന്ന് ആധുനിക മനഃശാസ്ത്ര പുസ്തകങ്ങളും ശാസ്ത്രലോകവും പതുക്കെ അംഗീകരിച്ചു തുടങ്ങുന്ന സത്യം. നീ ദുർബലനല്ല, നീ തകർന്നുപോയിട്ടുമില്ല, നിന്റെ മനസ്സിന് ഒരു തകരാറുമില്ല. നീ വെറുതെ ഒന്നുറങ്ങിപ്പോയതാണ്. നിന്റെ ബോധവും ജാഗ്രതയും ഉറക്കത്തിലാണ്. ആ ഉറക്കത്തിന്റെ പേരാണ് അമിത ചിന്ത. അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ ഇരുട്ടെന്ന് ബുദ്ധൻ പറഞ്ഞു. അറിവില്ലായ്മ എന്നാൽ അക്ഷരം അറിയില്ല എന്നല്ല, മറിച്ച് സ്വന്തം മനസ്സിനെ അറിയില്ല എന്നാണ്. നീ നിന്റെ മനസ്സിന് പിന്നാലെ ഓടുകയാണ്, പക്ഷേ അതിനെ നോക്കി നിൽക്കുന്നില്ല. മനസ്സ് പറയുന്ന ഓരോ കള്ളവും നീ സത്യമാണെന്ന് വിശ്വസിക്കുന്നു. അതിന്റെ പേടിയെ നിന്റെ പേടിയായി നീ ഏറ്റെടുക്കുന്നു. അങ്ങനെ നീ സ്വയം ദുർബലനാണെന്ന് കരുതിപ്പോകുന്നു. എന്നാൽ നീ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ എന്തോ ഒന്ന് ഉണരുന്നുണ്ടെന്നാണ് അർത്ഥം. അതൊരു ചെറിയ തീപ്പൊരിയാണ്. കാട്ടുതീയാകാൻ കാട് മുഴുവൻ വേണ്ട, ഒരു ചെറിയ തീപ്പൊരി മതി. മനുഷ്യന്റെ വ്യക്തിത്വം എന്നും ഒരേപോലെ ഇരിക്കില്ല എന്ന് മനഃശാസ്ത്രം പറയുന്നു. നീ ഇന്ന് ആരാണോ അതായിരിക്കില്ല നാളെ. നിന്റെ മനസ്സിനെയും ശീലങ്ങളെയും ചിന്തകളെയും നിനക്ക് മാറ്റാൻ കഴിയും. വില്യം ജെയിംസ് എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടെത്തൽ തന്റെ ചിന്താഗതി മാറ്റുന്നതിലൂടെ സ്വന്തം ജീവിതം തന്നെ മാറ്റാം എന്നതാണ്. ഇതിനെയാണ് ബുദ്ധൻ മറ്റൊരു രീതിയിൽ പറഞ്ഞത്, മനസ്സാണ് എല്ലാം, നീ എന്ത് ചിന്തിക്കുന്നുവോ അതായി നീ മാറുന്നു. ഇനി ചോദ്യം നിനക്ക് എത്ര ഉയരത്തിൽ ചാടാം എന്നതല്ല, ഇന്ന് ഒരു ചെറിയ ചുവട് വയ്ക്കാൻ നീ തയ്യാറാണോ എന്നതാണ്. മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ബഹളങ്ങളിലൂടെയല്ല, ഓരോ ദിവസത്തെയും ചെറിയ ശീലങ്ങളിലൂടെയാണ്.
ഇന്ന് നീ ഒരു നിമിഷം ശ്വാസമെടുത്ത് നിന്റെ മനസ്സിനെ ശാന്തമാക്കാൻ പഠിച്ചാൽ ആ ചെറിയ ചുവട് നാളെ നിന്റെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റും. ഫോൺ എടുക്കുന്നതിന് മുൻപ് നിന്നെ തന്നെ ഒന്ന് അനുഭവിക്കാൻ നീ ശ്രമിച്ചാൽ ആ കൊച്ചു ശീലം നിന്നെ മാനസിക അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കും. തുള്ളിത്തുള്ളിയായാണ് കുടം നിറയുന്നത്. ആരും ഒരു ദിവസം കൊണ്ട് ബുദ്ധനാകുന്നില്ല. പക്ഷേ എല്ലാ ദിവസവും ഉണരാൻ ശ്രമിക്കുന്നവൻ പതുക്കെ ഇരുട്ടിൽ നിന്ന് പുറത്തുവരും. മറ്റൊരു കാര്യം കൂടി നിന്റെ ഉള്ളിൽ ഉറപ്പിക്കുക. നിനക്ക് കുറ്റമറ്റവനാകേണ്ട പെർഫെക്റ്റ് ആവശ്യമില്ല. പക്ഷേ നിനക്ക് നിന്നോട് തന്നെ ആത്മാർത്ഥത വേണം. നിന്റെ വേദനകളോടും ബലഹീനതകളോടും ശീലങ്ങളോടും സത്യസന്ധനായിരിക്കുക. നിന്നോട് തന്നെ കള്ളം പറയുന്നത് എന്ന് നിർത്തുന്നുവോ അന്ന് നിന്റെ മാറ്റം തുടങ്ങും. ബുദ്ധൻ പറഞ്ഞതുപോലെ സത്യത്തിന്റെ വഴി കഠിനമല്ല, മറിച്ച് നമ്മുടെ അഹംഭാവമാണ് അതിനെ കഠിനമാക്കുന്നത്. എനിക്ക് മാറ്റം വേണം, എനിക്ക് സഹായം വേണം എന്ന് നീ സമ്മതിക്കുന്ന ആ നിമിഷം നിന്റെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഈ വീഡിയോ കഴിഞ്ഞ് നിന്റെ മനസ്സ് എല്ലാം മറക്കാൻ ശ്രമിക്കും. നാളെയാകട്ടെ, ഇപ്പോൾ സമയമില്ല, ഇതൊക്കെ വെറും പുസ്തകത്തിലെ കാര്യങ്ങളാണ് എന്നൊക്കെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. നിന്നെ പഴയയിടത്ത് തന്നെ തളച്ചിടാൻ ശ്രമിക്കുന്ന നിന്റെ പഴയ മനസ്സാണത്. നിനക്ക് മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഒരു ചെറിയ കാര്യം ചെയ്യൂ. ആഴത്തിലൊരു ശ്വാസമെടുത്ത് കണ്ണടച്ച് നിന്നോട് തന്നെ പറയൂ, ഞാൻ ഉണരാൻ തീരുമാനിക്കുന്നു. ഇതൊരു അത്ഭുത വിദ്യയല്ല, മറിച്ച് നിനക്ക് നൽകുന്ന ഒരു ഉറപ്പാണ്. നിന്റെ രക്ഷകൻ നീ തന്നെയാണ്. ആരും വന്ന് നിന്റെ മനസ്സിനെ ശാന്തമാക്കാൻ പോകുന്നില്ല. അത് നീ തന്നെ ചെയ്യണം. പക്ഷെ നീ ഒറ്റയ്ക്കല്ല. തന്റെ വേദന ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് ഒരു മനുഷ്യൻ ഒറ്റപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ചാനൽ വെറുമൊരു വീഡിയോ ആകാതെ ഒരു യാത്രയാകുന്നത്. അടിമകളാകാൻ ആഗ്രഹിക്കാത്തവരുടെ, കരുത്തനാകാൻ ശ്രമിക്കുന്നവരുടെ ഒരു ഒത്തുചേരൽ. നീ ഈ യാത്രയിൽ പങ്കുചേരുമ്പോൾ നീ പിന്തുണയ്ക്കുന്നത് എന്നെയല്ല, നിന്നെ തന്നെയാണ്. നിന്റെ ഭാവിയിലേക്കുള്ള നിക്ഷേപമാണിത്. നമ്മുടെ കൂട്ടുകെട്ടാണ് നമ്മളെ രൂപപ്പെടുത്തുന്നതെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. നിന്നെ ഉണർത്തുന്ന, നിന്നെ ചിന്തിപ്പിക്കുന്ന, നിന്നെ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ നീ നിത്യവും കാണുകയാണെങ്കിൽ പതുക്കെ അതാണ് നിന്റെ വ്യക്തിത്വമായി മാറുന്നത്. അവസാനമായി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നീ ദുർബലനല്ല. നീ തോൽക്കാൻ വേണ്ടി ജനിച്ചവനല്ല, പേടിച്ച് ജീവിക്കേണ്ടവനുമല്ല. മലകളെപ്പോലും ചലിപ്പിക്കാൻ കഴിയുന്ന കരുത്ത് നിന്റെ ഉള്ളിലുണ്ട്. നീ ചെയ്യേണ്ടത് ആ കരുത്തിനെ ഒന്ന് ഉണർത്തുക എന്നത് മാത്രമാണ്.